ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഐ ആം ബാക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ പരീക്ഷയെല്ലാം എഴുതി കഴിഞ്ഞു. ഇനിയൊരു ലോങ് വെയിറ്റ് ആണ് റിസൾട്ട് വരെ, ഇല്ലേ? വല്ലാത്തൊരു പീരീഡ് അല്ലേ ഇത്. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, എന്താവും, നല്ല റാങ്ക് കിട്ടുമോ, എത്ര റാങ്കിനുള്ളിൽ വരും, ഗവൺമെൻറ് സീറ്റ് കിട്ടുമോ എന്നുള്ള ആലോചിച്ചുള്ള ഒരുപാട് ടെൻഷൻസും വെറീസിലൂടെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത്. നമ്മുടെ എക്സാം പീരീഡിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പീരീഡും അത് തന്നെയാണ്, പരീക്ഷ കഴിഞ്ഞ് ആ റിസൾട്ട് വരുന്ന വരെയുള്ളൊരു പീരീഡ്. സോ നമ്മൾ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് കിട്ടുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുക, വെറീഡ് ആവുക എന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ജസ്റ്റ് എ ഹ്യൂമൻ തിങ്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് വിടും. നിങ്ങൾ മൈൻഡ് ഔട്ടായി സ്ട്രെസ്ഡ് ഔട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളെല്ലാം ഒരു എക്സലൻറ്റ് വർക്ക് എടുത്തിട്ടുണ്ട്, ഇല്ലേ? പതിവിലും നേരത്തെ കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റിൽ നടന്ന പരീക്ഷ വളരെ നേരത്തെ മെയ് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന് വളരെ ഷോർട്ട് നോട്ടീസിൽ വന്നിട്ട് എന്ത് ചെയ്തു, ജൂൺ 1 പരീക്ഷ നടത്തി. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാം നിങ്ങൾ ചെയ്തു, ഇല്ലേ? വളരെ ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്കുണ്ടായിരുന്ന റിസോഴ്സുകളെല്ലാം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ ഭക്ഷണം ഒഴിവാക്കി നിങ്ങൾ എന്ത് ചെയ്തു, ഇരുന്ന് പഠിച്ച് നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാം നിങ്ങൾ ചെയ്തു, ഇല്ലേ? പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതുവരെ അനാവശ്യ സ്പെക്കുലേഷൻസോ അല്ലെങ്കിൽ അനാവശ്യ പ്രെഡിക്ഷൻസോ കിട്ടില്ല അങ്ങനെയുള്ള മുൻവിധികളൊന്നും വേണ്ട. ഇനി ഒരുപാട് പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലേ? അപ്പോൾ ആരും തന്നെ കിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് വിചാരിച്ചിട്ട് കിട്ടില്ല അങ്ങനത്തെ ഒരു തരത്തിലുള്ള തോട്ട്സ് ഒന്നും വേണ്ട. ദർ ഈസ് ഹോപ്പ് അൺടിൽ ദ ലാസ്റ്റ്. അവസാനം വരെ പ്രതീക്ഷയുണ്ട്. ഇനി ഒരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അപ്പം ഞാൻ നമ്മുടെ എക്സാം ഡേറ്റിന് അന്ന് റിവ്യൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒരുപാട് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യണ്ടായി. അപ്പോൾ പലരും അവർ ഈ ഒരു പീരീഡ് കടന്നു വന്ന ഒരു ഹാർഡ്ഷിപ്സൊക്കെ അവർ പറയുണ്ടായി. സാർ വളരെ ഷോർട്ട് നോട്ടീസ് വിളിച്ചൊരു പരീക്ഷയാണ്, നേരെ പഠിച്ചു പോലും കഴിഞ്ഞില്ല. പിന്നെ പ്രത്യേകിച്ച് 3 ഇയർ എഴുതി വന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അവരുടെ സ്ട്രെസ് അവർ പറഞ്ഞത്. കാരണം ഈ വർഷം 3 ഇയർ പരീക്ഷ ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ എഴുതി കുട്ടികളിൽ ഒരു 90% പേര്, 90% അല്ല 95% പേരും ആ എക്സാം ടഫാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. 5 ഇയർ പൊതുവേ ഒരു മോഡറേറ്റ് പേപ്പർ ആയിരിക്കും. അപ്പോൾ 3 ഇയർ കാൻഡിഡേറ്റ്സോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാം ടഫ് ആവുന്നത് ഒരു വിധത്തിൽ നോക്കുമ്പോൾ നല്ലത് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് ഒന്നും കൂടെ റിലാക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ കുറച്ച് മാർക്ക് കുറവാണെങ്കിലും കിട്ടാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതൽ. അപ്പോൾ എക്സാം ടഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടി എനിക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. റാങ്ക് ലിസ്റ്റ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും, ടൈറ്റ് ആവില്ല. ഓക്കെ, 5 ഇയർ ഇത്തവണ മോഡറേറ്റ് ആയൊരു പേപ്പർ ആയിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ 5 ഇയറിൻ്റെ റാങ്ക് ലിസ്റ്റ് ലേശം ഒരു എന്താ പറയുക ടൈറ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എന്തായാലും റിസൾട്ട് വരട്ടെ. അപ്പോൾ ഇനി അടുത്തത് എന്ത്, ഇല്ലേ? എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, സാർ ഇനി എന്തൊക്കെയാണുള്ള പരിപാടികളുള്ളത്, ഇനി എന്തൊക്കെ നടപടികളാണ്, ഇനി എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ അതിനെപ്പറ്റിയാണ്, ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ സൈറ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ, ഇല്ലേ? ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ അത് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓൾറെഡി കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി എല്ലാം ചെയ്തവർ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. ഇനി ഇതുവരെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറാത്തവർ നിങ്ങളെല്ലാവരും കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടിച്ച് കയറാം. പാസ്വേഡ് അടിച്ച് കയറിയിട്ട് അവിടെ ലെഫ്റ്റ് സൈഡിൽ, വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ മെമോ എന്നൊരു ഓപ്ഷൻ വന്ന് കിടക്കണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമുക്കിപ്പോൾ എൻട്രൻസ് കമ്മീഷണർ 16 വരെ ഡിഫക്റ്റ് നമ്മൾ ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ, തെറ്റുകൾ ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു സമയം തന്നിട്ടുണ്ട്. അപ്പോൾ 16 വരെയാണ് അതിൻ്റെ സമയം തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡിഫക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടിച്ച് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നോക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് എഴുതിയ ആൻസറിൻ്റെ റെസ്പോൺസസ് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ റെസ്പോൺസസ് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് വെച്ച് നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കും. ഓക്കെ, നിങ്ങളുടെ മാർക്ക് മാത്രം നോക്കിയിട്ടല്ല അഡ്മിഷൻ തരുന്നത്, അല്ലേ? ബാക്കിയുള്ളവരെയും വെച്ച് റാങ്ക് ലിസ്റ്റ് വരട്ടെ. ഓക്കെ, അപ്പോൾ സ്ട്രെസ്ഡ് ഔട്ട് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാം നിങ്ങൾ ചെയ്തു. ഇത്തവണ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം വളരെ നേരത്തെ, വളരെ കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്തു, നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെയൊക്കെ നിങ്ങളുടെ വർക്ക് നിങ്ങളെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷനിൽ 1-2 കാര്യങ്ങളൊക്കെ എടുത്ത് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, സാർ എന്താണ് ഈ മെമോ,
എന്താണ് മെമോ? MEMO. എന്താണ് മെമോ? നമ്മുടെ കൊടുത്ത ആപ്ലിക്കേഷനിൽ ഇല്ലേ, നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തു, നമ്മൾ അതിൽ വേണ്ട സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തു, ഓക്കെ, ഫീസ് അടച്ചു. അപ്പോൾ നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം ഓർത്ത് വയ്ക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് മെമോ ആയിട്ട് നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്ന് കിടക്കും. അപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ 2 ദിവസം കൂടുമ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ നിങ്ങൾ തുറന്നു നോക്കുക, ഇല്ലേ, തുറന്നു നോക്കുക. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മെമോ എന്നൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. ആ പ്രശ്നം വരുമ്പോഴാണ് എൻട്രൻസ് കമ്മീഷണർ മെമോ എന്തായിട്ട് നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് വിടുന്നത്. അപ്പോൾ ആ മെമോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമോയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്താണ് പ്രശ്നം എന്ന് എഴുതിയിട്ടുണ്ടോ, ഇല്ലേ, ഏത് സർട്ടിഫിക്കറ്റാണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ അത് റെക്ടിഫൈ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫോർമാറ്റിലോ അവിടെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ. അവിടെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടോ. എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരത് വെരിഫൈ ചെയ്ത് എന്ത് ചെയ്യും, ആ മെമോ എന്ത് ചെയ്യും, എടുത്ത് കളയും. ഡിഫക്റ്റ് ക്ലിയർ ആയെങ്കിൽ, അതായത് നിങ്ങൾ റീ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് സെറ്റ് ആയെങ്കിൽ പിന്നെ മെമോ എന്ത് ചെയ്യും, അവരെടുത്ത് കളയും. ഓക്കെ, അപ്പോൾ അതാണ് മെമോ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, എന്തോ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തോ ഡിഫക്റ്റ് ഉണ്ട്, അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് എൻട്രൻസ് കമ്മീഷണർ മെമോ വരും. ഇനി എല്ലാവർക്കും മെമോ വരുമോ? ഇല്ല, പ്രശ്നമുള്ളവർക്ക് മാത്രമേ മെമോ വരുള്ളൂ. ഇനി മെമോ വന്നില്ല സാറേ, എനിക്ക് മെമോ വന്നില്ല, അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മെമോ വരാത്തത്. പ്രശ്നമുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെമോ വരത്തുള്ളൂ. അപ്പോൾ അതാണ് മെമോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ 2 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും മെമോ എന്തെങ്കിലും വന്ന് കിടക്കണ്ടോ നോക്കാം. ഇനി കുറച്ചുള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചുള്ള കാര്യമാണ്, സാർ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എൻ്റെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചു, സാർ എനിക്ക് സ്പോർട്സ് കോട്ടയുണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ സമയത്ത് ഞാനതൊന്നും ചെയ്തില്ല. ഇനി നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം ഞാൻ വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സോ എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷനോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, ഇല്ലേ, അവിടെ അപ്ലോഡ് ചെയ്യണം. അല്ലാണ്ട് പിന്നീട് അത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. അപ്പം നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനുള്ള റെലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ OBC-ക്കാരാണ് റിസർവേഷൻ കിട്ടാൻ വേണ്ടി നോൺ ക്രിമിനലാണ് അപ്ലോഡ് ചെയ്യുന്നത്. SC ST ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഓക്കെ, EWS റിസർവേഷൻ ഉണ്ട്, EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അത് അപ്ലിക്കേഷൻ സമയത്ത് തന്നെ ചെയ്തിരിക്കണം. ഇനി അത് ചെയ്യാനുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഇന്ന എറർ ഉണ്ട്, അത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്താ പറയുക, കറക്റ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് മെമോ ആയിട്ട് വന്നാലേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. മെമോ ആയിട്ട് റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെമോ ക്ലിയർ ചെയ്യാം, അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു എറർ നിങ്ങൾ കണ്ടു, ഓക്കെ, എനിക്കറിയാം, പക്ഷേ മെമോ ആയിട്ട് വന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഇറക്കിയ ഈ റീസെൻറ്റ് നോട്ടിഫിക്കേഷനിലെല്ലാം അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ കിടപ്പുണ്ട്. ഞാൻ അതുപോലെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ടെലഗ്രാം ചാനൽ അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്തവർ അത് ജോയിൻ ചെയ്യണം. അപ്പോൾ അർജൻറ്റ് അപ്ഡേറ്റ്സും ഒക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചില സമയത്ത് വീഡിയോ ഇടാൻ പറ്റിയിരിക്കും, ഞാൻ അതെല്ലാം ടെലഗ്രാം ചാനലിലൂടെ ഞാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മെമോ എന്ന് പറയുന്നത്. ഇനി മെമോ ക്ലിയർ ചെയ്യാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് 16-ാം തീയതി ഉച്ച 12 മണി വരെയാണ് എന്ത് ചെയ്യുന്നത്, മെമോ ക്ലിയർ ചെയ്യാനുള്ള സമയമുള്ളത്. 16-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ അത് ക്ലിയർ ചെയ്തിടുക. ഓക്കെ, ക്ലിയർ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റിലാണ് പ്രശ്നമെങ്കിൽ നമുക്ക് റിസർവേഷൻ കിട്ടില്ല. ഈ വേറെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റാണ് പ്രശ്നമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കും. റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, തടഞ്ഞു വയ്ക്കും. ഓക്കെ, റിസൾട്ട് വിത്ത്ഹെൽഡ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് പ്രോസസ് ഒന്നുമല്ല, നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയൊന്നുമില്ല, നിങ്ങളുടെ റാങ്ക് അസാധു എന്നാക്കി. വിത്ത്ഹെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി പ്രോസസ്സാണ്. ഓക്കെ, വിത്ത്ഹെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്തുകൊണ്ടാണ് വിത്ത്ഹെൽഡ് ചെയ്തതെന്നുള്ള കാരണം അവിടെ എൻട്രൻസ് കമ്മീഷൻ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കാണിക്കും. അപ്പോൾ അവിടെ നിങ്ങളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്ത് റിസൾട്ട് റിലീസ് ചെയ്യും. അപ്പോൾ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്തു പറഞ്ഞാൽ ആരും വെറീഡ് ആവേണ്ട. റിസൾട്ട് വിത്ത്ഹെൽഡ് എന്ന് പറഞ്ഞ ഒരു ടെമ്പററി പ്രോസസ്സ് മാത്രമാണ്, അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സല്ല. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ 16-ാം തീയതി ഉച്ച 12 മണിക്കുള്ളിൽ എല്ലാം ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്യുക. അത് റെക്ടിഫൈ ചെയ്താലാണ് റിസൾട്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, 16-ാം തീയതി ശേഷം എപ്പോൾ വേണമെങ്കിലും
റിസൾട്ട് വരിക. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യുന്നൊരു ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, താൽക്കാലിക റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, എൻട്രൻസ് കമ്മീഷൻ റിലീസ് ചെയ്യും. എന്നിട്ട് അതിലെന്തെങ്കിലും തർക്കങ്ങളോ ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസ് കമ്മീഷൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അത് അറിയിക്കാൻ പറ്റും, നമ്മൾ അവരുടെ മെയിൽ ID അത് അറിയാൻ പറ്റും. എന്നിട്ട് ആ ഡിസ്പ്യൂട്ട്സ്, വാലിഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. എന്നിട്ട് ആ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വെച്ചായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ അലോട്ട്മെൻറ്റുകൾ നടത്തും. അലോട്ട്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് ഒരു പ്രോസസ്സാണ്, അതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്. സോ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ഇനി കാൻഡിഡേറ്റ്സിന് ഇപ്പോൾ ഈ നമ്മുടെ പേരിലോ ഫോട്ടോയോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ മുന്നേ നമ്മുടെ ഡേറ്റും അതുപോലെ നമ്മുടെ സിഗ്നേച്ചറും ഫോട്ടോയും എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ ഫോട്ടോയിലോ അല്ലെങ്കിൽ സിഗ്നേച്ചറിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് കമ്മീഷൻ ഒരു മെയിൽ അയക്കും. ഈ മെയിൽ ID നിങ്ങൾ കാണുന്നില്ലേ, ഈ മെയിൽ IDയിലേക്ക് ഒരു മെയിൽ അയക്കാം. ഓക്കെ, ആ മെയിലിൽ നിങ്ങൾ സബ്ജക്റ്റായിട്ട് എന്താ കൊടുക്കേണ്ടത്, നമ്മുടെ മെയിലിൽ സബ്ജക്റ്റ് കൊടുക്കണം. പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആ മെയിലിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്താ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് മെയിലിൽ പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതും എന്ത് ചെയ്യുക, ബിഫോർ നൂൺ 16-ാം തീയതി 12 മണിക്ക് വിളിക്കുക. അപ്പോൾ ഈ മെമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെമോ ആയിട്ട് വന്ന് കിടക്കും. പ്രശ്നമില്ലെങ്കിൽ മെമോ നമുക്ക് വരില്ല. ഇനി നിങ്ങളുടെ പേരിലോ സൈനിനോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയ്ക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൽ അയക്കാൻ പറ്റും. മെയിൽ അയച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെയിലിലെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊഫൈൽ ഡിഫക്റ്റ് നിർത്തിയ കൃത്യമായ ഡിസ്ക്രിപ്ഷനിൽ എന്താ പ്രശ്നം എന്ന് പറയും. ഓക്കെ, ഇനിയും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റും. ഈ മെയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടും. അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ആ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേണ്ട വാലിഡ് അസിസ്റ്റൻസ് അവർ തരും. ഇനിയും കുറേ കുട്ടികൾക്ക് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ ഡിഫക്ട്സ് വന്നു. ഓക്കെ, നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരാണെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഒരു റെലവൻറ്റ് പേജ് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് മൂന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ കുറേ പേര് CBSE പഠിച്ചവർ അവരുടെ 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, അത് ആക്സെപ്റ്റ് ചെയ്യോ, ഇല്ല. 10th സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് ഡിഫക്റ്റ് അടിച്ച് വന്നു, കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേറ്റിവിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് മെമോ വന്നിട്ട് അത് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ റിസർവേഷൻസും കാര്യങ്ങളും ക്യാൻസൽ ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്താൽ എന്ത് ചെയ്യും, അത് മാറിക്കോളും. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്പം തന്നെ അത് എന്ത് ചെയ്യില്ല, ക്ലിയർ ആവില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്ത സാധനം എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്തുള്ളൂ, ആ ഡിഫക്റ്റ് പോവുള്ളൂ. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു. ഓക്കെ, ബാക്കി പിന്നെ ഉണ്ട് അവരുടെ ഓഫീസ് പ്രൊസീജിയറാണ്. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ അടുത്ത് കുറച്ച് പേര് കുട്ടികൾ ചോദിച്ച കാര്യമാണ്, സാർ എന്താണ് ഈ കാറ്റഗറി ലിസ്റ്റ്? ഓക്കെ, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞു തരാം. കാറ്റഗറി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ റാങ്ക് ലിസ്റ്റിൽ പല കാറ്റഗറിയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. മുസ്ലിംസ്, ഈഴവ, വിശ്വകർമ്മ, അങ്ങനത്തെ ഉള്ള SC ST കാറ്റഗറി സ്റ്റുഡൻസ്, അങ്ങനത്തെ പല കാറ്റഗറി ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളെയും വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു റാങ്ക് ലിസ്റ്റ് എൻട്രൻസ് കമ്മീഷണർ പബ്ലിഷ് ചെയ്യും. അതിലെല്ലാ കുട്ടികളും ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഓരോ കാറ്റഗറിക്കും ഇത്ര സീറ്റ് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ആ റിസർവ്ഡ് സീറ്റിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി എൻട്രൻസ് കമ്മീഷണർ കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഈ കാറ്റഗറി ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർ പല കാറ്റഗറീസിനുള്ളവരല്ലേ, ഈ റാങ്ക് ലിസ്റ്റിലുള്ള മുസ്ലിംസിനെ എന്ത് ചെയ്യും, വേർതിരിച്ചിട്ട് മുസ്ലിം കാറ്റഗറി ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. ഓക്കെ, മുസ്ലിം കാറ്റഗറി ലിസ്റ്റ്. അതുപോലെ തന്നെ എന്താ പറയുക, ഈഴവ സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഈഴവയുടെ ഒരു കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ്. അങ്ങനെ പല റിസർവേഷൻ കാറ്റഗറീസിനെയൊക്കെ കൂടെ സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, കാറ്റഗറി ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. കാരണം നമുക്കറിയാം ഓരോ കാറ്റഗറീസിനും ഇത്ര സീറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ്ഡ് ആണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട ലിസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻ ലിസ്റ്റും എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ കാറ്റഗറി ലിസ്റ്റിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ
ഈഴവ. ഇപ്പോൾ ഈഴവയിൽ 5ാമത് കിടക്കുന്ന, ഈഴവയല്ല, മെയിൻ റാങ്ക് ലിസ്റ്റിൽ 10ാമത് കിടക്കുന്ന കുട്ടി, ഇപ്പം മെയിൻ റാങ്ക് ലിസ്റ്റ് കേട്ടോ, മെയിൻ റാങ്ക് ലിസ്റ്റിൽ 10ാമത് കിടക്കുന്ന കുട്ടി, 10th റാങ്കുള്ള കുട്ടി ഈഴവയാണെന്ന് വിചാരിക്കും. ഈഴവ ലിസ്റ്റ് ഇടുമ്പോൾ ആ 10ാമത് റാങ്ക് കിടക്കുന്ന കുട്ടിയായിരിക്കും ഈഴവ ലിസ്റ്റിൽ 1ാമത്തത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യും, പല കാറ്റഗറീസ് വെച്ചിട്ട് ലിസ്റ്റ്, മുസ്ലിംസ്, ഈഴവാസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ലിസ്റ്റ് എന്ത് ചെയ്യും, അവർ പബ്ലിഷ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിസർവ്ഡ് സീറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മളിത് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചുകൊണ്ട് മാത്രം അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് കൺവേ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഫർദർ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ടെൻഷൻസും വെറീസും വെച്ചോ, ആവശ്യത്തിന് മാത്രം മതി, ഇല്ലേ? നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് വരുന്നത് പോലെ. ഇപ്പോൾ ഒന്നും തന്നെ ഫൈനലൈസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ഇനി റാങ്ക് ലിസ്റ്റ് വന്ന് അലോട്ട്മെൻറ്റ് വന്ന് ഒരുപാട് നടപടികൾ ഇനിയുണ്ട്. സോ ദർ ഈസ് ഹോപ്പ് അൺടിൽ ദ ലാസ്റ്റ്. ഓക്കെ, ഒന്നും തന്നെ ഇപ്പം നിങ്ങൾ പ്രസ്യൂം ചെയ്തിരിക്കേണ്ട. ഇനിയും ചിലവർ ഓൾറെഡി അവർ ഉറപ്പിച്ചു, സാറേ എനിക്ക് കിട്ടില്ല എന്തായാലും, അപ്പോൾ ഞാൻ പ്രൈവറ്റാണ് നോക്കുന്നത്, മാനേജ്മെൻറ്റാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റ് നോക്കുന്നുള്ളവർ എത്രയും പെട്ടെന്ന് നോക്കി തുടങ്ങുക. കാരണം മാനേജ്മെൻറ്റ് സീറ്റുകളൊക്കെ അത്യാവശ്യം പെട്ടെന്ന് ഫില്ലായി പോകും. ഓക്കെ, അപ്പം മാനേജ്മെൻറ്റ് സീറ്റ് നോക്കുന്നത് ഒരിക്കലും അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഒക്കെ ആയിട്ട് നോക്കാൻ നിൽക്കേണ്ട, ഇപ്പോഴേ നോക്കി വയ്ക്കുക. കാരണം സീറ്റ്സ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ് കോളേജിലുള്ള സീറ്റ്, 4 ഗവൺമെൻറ് കോളേജിലുള്ള സീറ്റുകളെല്ലാം പ്യുവർലി മെറിറ്റ് സീറ്റുകളാണ്. അവിടേക്ക് ഒരു മാനേജ്മെൻറ്റ് റിസർവേഷനോ കാര്യങ്ങളൊന്നുമില്ല. പ്യുവർലി മെറിറ്റ്, അത് എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെൻറ്റ് വഴിയാണ് ഫില്ല് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ മെറിറ്റ് സീറ്റിലേക്ക് എൻട്രൻസ് കമ്മീഷണർ റിക്രൂട്ട് ചെയ്യുന്നത് അലോട്ട്മെൻറ്റ് വഴിയാണ്. പിള്ളേരെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർവേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പ്രൈവറ്റ് കോളേജ് ഏകദേശം 28ഓളം പ്രൈവറ്റ് കോളേജ് ഉണ്ട്. ഈ പ്രൈവറ്റ് കോളേജുകളിലെ 50% സീറ്റ് മെറിറ്റ് സീറ്റാണ്. ഓക്കെ, മെറിറ്റ് സീറ്റ് ആണെങ്കിലും നമ്മുടെ ഗവൺമെൻറ് കോളേജിലെ പോലുള്ള ഒരു മെറിറ്റ് ഫീ ആയിരിക്കില്ല. പ്രൈവറ്റ് കോളേജിലെ മെറിറ്റ് സീറ്റിൻ്റെ ഫീ കുറച്ച് കൂടുതലായിരിക്കും, കുറച്ചധികം കൂടുതലായിരിക്കും. അപ്പോൾ പ്രൈവറ്റ് കോളേജിൽ തന്നെ 2 തരം സീറ്റുകളുണ്ട്, മെറിറ്റ് സീറ്റും ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. ഈ പ്രൈവറ്റ് കോളേജിലെ മെറിറ്റ് സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് അലോട്ട്മെൻറ്റ് വഴിയാണ്. ഓക്കെ, പ്രൈവറ്റ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റ് അവരവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പോളിസി അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവർ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടൻറ്റൊക്കെ ഹെൽപ്ഫുൾ ആയി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടി. നമുക്ക് ഈ ഒരു 2020 സീരീസിൻ്റെ വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി. ഞാൻ റിവ്യൂ എടുക്കാൻ പോയപ്പോൾ ഒരുപാട് പേര് നമ്മളടുത്ത് വിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടന്റ് ഹെൽപ്ഫുൾ ആയി ഉറപ്പ് സപ്പോർട്ട് ലൈക്ക് ചെയ്യാൻ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.